ഹരി ഓം സ്വാമി. നമുക്ക് ഇന്നത്തെ തുടങ്ങാം. അപ്പൊ നമ്മൾ അവിടുന്ന് 9 ഇന്നലെ തുടങ്ങണ്ടേ? ഇന്നലെ നമ്മൾ വന്ന് നിർത്തിയെന്ന് പറയുന്നത് ഈ എ പ്രയോറിയും പോസ്റ്റിയോറി പ്രിൻസിപ്പിൾസും പിന്നെ ക്വാണ്ടം മെക്കാനിക്സും പിന്നെ ന്യൂട്ടോണിയൻ തിയറിയിൽ അതിനകത്ത് അവര് അത് പറയുന്നത് ഒരു യൂണിലാറ്ററൽ, അതായത് ഒരു വശം മാത്രം നമ്മൾ എടുക്കാതെ, അതായത് എപ്രയോറി അല്ലെങ്കിൽ പോസ്റ്റീരിയോറി മാത്രം എടുക്കാതെ, അതായത് പിന്നെ കോൺസെപ്ച്വൽ അല്ലെങ്കിൽ പെർസെപ്ച്വൽ, ഇത് രണ്ടും ഏതെങ്കിലും ഒരു സൈഡ് മാത്രം എടുക്കാതെ രണ്ട് സൈഡിനും രണ്ട് വശത്തിനും ഒരു സ്പെക്കുലേഷൻ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു നോമിനേറ്റീവ് യൂണിഫൈഡ് ഒരു യൂണിറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആയിരുന്നു നമ്മൾ ആ പോയിന്റിൽ വന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഈ പറഞ്ഞ പോലെ ഫെനോമിനോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പെർസെപ്ഷൻ പ്രകാരം പോകുന്നവര്, അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ പിന്നെ എപ്രയോറി പിടിക്കത്തില്ല. അതിന് സപ്പോർട്ട്, ഫോർ എക്സാമ്പിൾ പറഞ്ഞില്ല, ഈവൻ ഫെനോമിനോളജിസ്റ്റ് ഓഫ് മോഡേൺ ടൈം who stem out of Kantian and Hegelian idealism. അല്ല, അവര് പോസിറ്റിവിസ്റ്റ് അല്ലേ? അപ്പം മോർ ഓവർ ഓൺ ദ മെറ്റാഫിസിക്കൽ പ്ലെയിൻ അല്ലേ? മെറ്റാഫിസിക്കൽ പ്ലെയിനിലായതുകൊണ്ട് അവർക്ക് ഈ ഫിലോസഫി ഉള്ളവർക്ക് അവരെ പിന്നെ സഹിക്കാൻ പറ്റത്തില്ല, അവരുടെ ആ കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോ ആ ഒരു കാര്യമുണ്ട്. ഫെനോമിനോളജിസം പറഞ്ഞാൽ ഈ സെൻസസ് ഉപയോഗിച്ച് പ്രകാരം അങ്ങനെ തന്നെയാണ് ഇവരും. നമ്മുടെ ഈ ബർട്രാൻഡ് റസ്സലും പോസിറ്റിവിസ്റ്റും ആൻഡ് എംപെരിസിസ്റ്റ്, അവരെന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ് ചെയ്യുന്നത്, സോഷ്യൽ വേൾഡിന്റെ. പിന്നെ സെൻസസിൽ നിന്നും എംപെരിസിസ്റ്റ് എന്ന് പറയുന്നത് സെൻസസിൽ നിന്നും, അതായത് അവരെ പ്രീസെപ്റ്റ് പ്രകാരമാണ് ചെയ്യുന്നത്. അവർക്കും ഈ എപ്രയോറി പിടിക്കത്തില്ല. പക്ഷെ അവർക്ക് പിടിക്കില്ലെങ്കിലും ഇതൊക്കെ അവർക്കൊരു കൊട്ട് കിട്ടും. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള ആ മേഖലയിൽ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുമ്പം അത് പിന്നെ കൺസെപ്റ്റ് പ്രകാരം എപ്രയോറിയുടെ ഇതിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പോസിറ്റിവിസ്റ്റും എംപെരിസിസ്റ്റും ഈ ബർട്രാൻഡ് റസ്സലും ഒക്കെ മൈക്രോകോസ്മിക് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് അത് വരുവാണ്. മാക്രോ ലെവലിൽ നിന്ന് കുറെ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് മൈക്രോകോസ്മിക് ലെവലിലേക്ക് വരുന്നു. അപ്പം എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഒരു നോർമേറ്റീവ് നമ്മൾ പറയുന്നത്, നോർമേറ്റീവ് ആയിട്ട് വരുന്നത്. അത് ഉള്ളി ഇങ്ങനെ വരുമ്പോഴേ ഉള്ളൂ. അതായത് ബൈലാറ്ററൽ, രണ്ട് വശവും, ഒരു വശം മാത്രമല്ല രണ്ട് വശവും ബൈലാറ്ററലായിട്ട് മനസ്സിലാക്കിയാൽ, ഓപ്പോസിറ്റ് പോൾസിൽ നിന്ന് വരുന്ന രീതിയിലുള്ള രണ്ട് ആസ്പെക്ട്സും പിന്നെ കൺസിഡർ ചെയ്താലേ ഉള്ളൂ ഒരു ബാലൻസ്ഡ് തിയറി ഓഫ് നോളജ് ഉണ്ടായിട്ട് നമുക്ക് ആ നോർമൽ ആയിട്ടുള്ള പ്രോഗ്രസ് ഓഫ് ഹ്യൂമൻ നോളജ് പ്രകാരം ഒരു യൂണിഫൈഡ് അപ്രോച്ചിൽ വന്നെത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള ആയിരുന്നു ഇന്നലെ നമ്മൾ നിർത്തിവെച്ച പോയിന്റ്. പിന്നത് കഴിഞ്ഞിട്ട് അവ 9th പേജ് തൊട്ട് വരുമ്പോൾ അവിടെ തിയോളജിയൻസ്, അതായത് ദൈവശാസ്ത്രജ്ഞന്മാര്, അവരും എന്താണ് എപ്രയോറിസ്റ്റ് അല്ലേ? അവരും അങ്ങനെ അൺസയന്റിഫിക് ആയിട്ട് ഉള്ള പിന്നെ ആ സെൻസിൽ അവർ പോകുന്നുണ്ട്. അപ്പോൾ അവരും പിന്നെ അതായത് തിയോളജിയൻസ് എന്ന് പറഞ്ഞാൽ ഈ സെമിനാരിയിലുള്ളവര് അവരും ഇതുപോലെ എപ്രയോറി പ്രകാരമാണ്. പക്ഷെ മറ്റേതവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനും അവർ കൺസിഡറേഷൻ കൊടുത്താലേ ഉള്ളൂ, ആ വശവും അവരെ ആക്സെപ്റ്റ് ചെയ്താലേ ഉള്ളൂ, അപ്പോഴേ ഉള്ളൂ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടായിരുന്നോ? ഇതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്സ്റ്റ് പാരയില്ല, അത് എനിക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു. ഒരു കുട്ടിയുടെ ഒരു ഇത് പറയുന്നു. Let us read that, എന്നിട്ട് we will try to interpret it. When a child of 2 or 3 is watching an elder
playing hide and seek with it. A third person observing the feature of the child could notice an alternating play of expectation and dismay, hope and despair, suggesting a tendency alternately to skepticism and a willingness to believe. The child could be seen to be torn between the world of the visibles and the world of general ideas, both of which exist together only in the core of its absolute tabula rasa, as a law called, constituting its normal consciousness. When the hiding elder is not seen for a minute longer than expected by the child, one could see sadness and disappointment even growing stronger reflected in the face. When the hiding face reappears and the wonder of it becomes too much to contain by the little heart of the child. Here, in such a situation, the child's spirit swings as between alternatively between skepticism and belief. If we should substitute philosophers and scientists in the place of alternative realms of skepticism and belief possible to the child's mind, we should get a picture of the same total scope of alternating movement at the core of bipolar paradoxical total knowledge situation, which we already tried to explain. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ ഒരു അതേ സാധനം തന്നെയാണ് കാരണം ഇതിൻ്റെ അകത്ത് ഈ ചൈൽഡ് എന്ന് പറയുന്ന ഇപ്പം നമ്മളെ തന്നെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളെ അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഒരു കോസ്മോസ് എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് ഉണ്ട്, അബ്സല്യൂട്ട് ഉണ്ട്. ആ അബ്സല്യൂട്ടിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മൾ കാണുന്നത്, ഇപ്പം നമ്മൾ ഒരു എംപിറിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ സത്യമുണ്ട്, പക്ഷെ മൈൻഡ് വന്നിട്ട് പറയുകയാണ് ഈ സത്യത്തെ ഞാൻ കാണുന്നില്ല. കാരണം അതിനെ കാണാതിരിക്കുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് കാണുന്നില്ല. അത് മൈൻഡിന്റെ ഒരു വേരിയിങ് നോഷൻസ് ആണ്. അതായത് കാണുന്നതും നമ്മൾ കാണാതിരിക്കുന്നതും, സന്തോഷിക്കുന്നതും നമ്മൾ സാഡ്നെസ് നമുക്ക് വരുന്നതും, ഇത് രണ്ടും ശരിക്കും സയൻസ് ആയാലും നമ്മൾ പറയുന്ന ഈ ഫിസിക്സ് ആയാലും മെറ്റാഫിസിക്സ് ആയാലും സയൻസ് ആയാലും തിയോളജി ആയാലും, ദീസ് ആർ ബോത്ത് ആൻ ഓസിലേഷൻ ഓഫ് ദ മൈൻഡ്. യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് ഒരു അബ്സല്യൂട്ട് തന്നെയാണ്. അപ്പം ഇവിടെ നടക്കുന്നത് ആക്ച്വലി ഒരു ചൈൽഡ് പ്ലേ ആണ്. ചൈൽഡ് പ്ലേ ബിക്കോസ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ മൈൻഡ്. അപ്പം ഓസിലേഷൻ ഓഫ് ദ മൈൻഡും പിന്നെ കോൺഷ്യസ്നെസ്സും രണ്ടും ഉണ്ട്. കാരണം ഒരു കുട്ടി എന്ന് പറയുമ്പം കുട്ടിത്വം എന്ന് പറയുന്നത് ചൈൽഡിന്റെ ആബ്സല്യൂട്ട് ടാബുല റസ, അതായത് ലോക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിന്നെ തത്വപ്രകാരം ഒരു ക്ലീൻ മൈൻഡ്, ക്ലീൻ സ്ലേറ്റ് പോലെ ഉള്ള പ്രീ കൺസീവ്ഡ് നോഷൻ ഇല്ലാത്ത ഒരു കോൺഷ്യസ്നെസ് ആണ് ടാബുല രാസ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൊച്ചു കുട്ടി പിന്നെ ആളെ കാണാതിരിക്കുമ്പം ഇങ്ങനെ വിഷമിച്ചു സങ്കടവും പിന്നെ സാഡ്നെസ്സും പിന്നെ ആകാംക്ഷയും കൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ഡിസപ്പോയിന്റ്മെന്റും കാണാതിരിക്കുമ്പോ അത് അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ആ ക്ലീൻ സ്ലേറ്റ് മൈൻഡിൽ അത് അനുഭവിക്കുന്നു. അപ്പൊ അത് പ്യുവർ കോൺഷ്യസ്നെസ് ലെവലാണ്. പക്ഷെ മുഖം പിന്നെ കാണുമ്പം ഒരു മൂന്നാമത്തെ പാർട്ടി കാണുന്നു. ഈ കുഞ്ഞിന്റെ മുഖത്ത് ഒളിച്ചിരിക്കുന്ന ആളെ പിന്നെ കാണുമ്പം അവന്റെ മുഖം ഇങ്ങനെ തെളിയും. എന്നിട്ട് ആ വിശ്വാസം ഉണ്ടല്ലോ, എന്നിട്ട് അവന്റെ ആ സന്തോഷം. അപ്പൊ ഈ മൂഡ് സ്വിങ്, അതായത് സങ്കടത്തിൽ നിന്നും ഈ സന്തോഷവും, അതായത് സ്കെപ്റ്റിസം, അതായത് ഡൗട്ടിൽ നിന്നും വിശ്വാസത്തിലോട്ട് വരുന്നത്, അത് ഈ ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് പറയാം കൺസെപ്റ്റ്.
വിശ്വാസം എന്ന് പറയുന്നത് കണ്ണും കൊണ്ട് കണ്ടു കിട്ടുന്നത്. അപ്പോ ഇതിൽ രണ്ടിനും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന പോലാണ്. അതായത് കൺസെപ്റ്റും പ്രിസെപ്റ്റും. കണ്ണും കൊണ്ട് കണ്ടു, പ്രിസെപ്റ്റും. കാണാതിരുന്നപ്പോ ഏത് മേഖലയിലാണ് പോയത്? മെറ്റാഫിസിക്സ്, പ്യുവർ കോൺഷ്യസ്നസ് ലെവലിൽ ഏതാണ്ട് ധരിച്ചു, കൺസെപ്റ്റ് ഉണ്ടായി. അയ്യോ കാണുന്നില്ലല്ലോ, എവിടെ പോയി, എന്താ? ആ കൺസെപ്റ്റ് ലെവൽ വന്നു. കണ്ടപ്പോൾ, കണ്ണും കൊണ്ട് കണ്ടപ്പോൾ, ബിലീഫ് വന്നപ്പോൾ അത് പ്രീസെപ്റ്റ് ലെവലിലോട്ട് പോയി. അപ്പോൾ ആ കൺസെപ്റ്റും പ്രിസെപ്റ്റും അങ്ങനെ ഈ കുട്ടിക്ക് കിട്ടിയതുപോലെ നമ്മൾ ഫിലോസഫേഴ്സും സയന്റിസ്റ്റുമായിട്ട് മാറ്റിയാൽ, if we substitute philosophers for that, philosophers for that concept or for that happiness and for the sadness and despair ഒക്കെ ഉള്ളത്, അത് ആ ഫിലോസഫേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും മാറ്റിയിട്ട് ബിലീഫ് കാണുമ്പോൾ സന്തോഷം ഉണ്ടായിട്ട് പ്രിസെപ്റ്റ് ഉണ്ടാകുമ്പോൾ അത് സയന്റിസ്റ്റിന്റെ പ്ലേസിൽ ഇട്ടാൽ, ഈ ഓൾട്ടർനേറ്റീവ് റെൽംസ് ഇത് രണ്ടും ഒരു ചൈൽഡിന്റെ മൈൻഡിലുള്ളത് പോലെ നമ്മൾ ഈ ഫിലോസഫേഴ്സിന്റെയും സയന്റിസ്റ്റിന്റെയും മൈൻഡ് പോലെ മാറ്റിയാൽ we would get the total scope of the bipolar paradoxical total knowledge situation. അതായത് രണ്ട് ദിക്കിന്ന് ഉള്ള രണ്ട് കോൺസെപ്റ്റും പ്രിസെപ്റ്റും ഉൾക്കൊള്ളാനുള്ളത്. അതായത് ബൈലാറ്ററലായിട്ട് രണ്ടും കരുതിയാൽ, കൺസെപ്റ്റും പ്രിസെപ്റ്റും രണ്ടും കൂടെ വന്ന് ഒന്നിനെ മറ്റേതിനെ അംഗീകരിച്ച് ഉള്ള ഒരു ആ നോളജ് സിറ്റുവേഷനിൽ വരുവാണെങ്കിൽ, അത് ഗ്രഹിക്കുവാണെങ്കിൽ, അങ്ങനെ അപ്പോഴാണ് നമുക്കൊരു യൂണിറ്റീവ് അപ്രോച്ച് ഉള്ള ഒരു മേഖലയിലോട്ട് വരാൻ പറ്റുന്നതെന്ന്. അത് ഇതിന് മുമ്പേയും പറഞ്ഞത് ആസ് ഇൻ പ്രീവിയസ് സ്റ്റഡീസ് എന്ന് പറയുന്നുണ്ട്. We shall not go further into this question, however, because of having gone into such matters more thoroughly in previous studies. തിയോളജിയൻസിന്റെയും മറ്റേതുമൊക്കെ അത് പക്ഷെ പറഞ്ഞത് എ പ്രയോറിയും പിന്നെന്താണ് മറ്റൊരു വാക്കുണ്ടല്ലോ, അത് വല്ലാത്തത്. അല്ല അമ്മ, എനിക്ക് അതിൻ്റെ അകത്ത് മനസ്സിലായത് എന്ന് വെച്ചാല്, നമ്മൾ ഈ പറയുന്ന കൺസെപ്റ്റ്സും പ്രിസെപ്റ്റ്സും നമ്മൾ അതിൽ കൊണ്ടുവരുന്നത്, സെപ്റ്റിസിസം വരുന്നു, നമ്മൾ ഹാപ്പിനെസ് അല്ലെങ്കിൽ ബിലീഫ് വരുന്നു. അപ്പം ഇതിലേക്ക് നമ്മൾ ഇറ്റ് ഇസ് എ ഡൗട്ട്. അപ്പൊ എന്താ കൺസെപ്റ്റ്സ് അല്ലേ? അപ്പൊ ഓക്കെ ചിന്തയാണ്. അതിന്റെ ആ കുഞ്ഞു മനസ്സിൽ ഓക്കെ. അപ്പൊ ആ ചിന്ത എന്ന് പറയുന്നതാണ് ആ സയന്റിഫിക് പ്ലെയിനിലേക്ക് വരുന്നത്. മറ്റേത് ബിലീഫ് വരും. അല്ല, കണ്ണും കൊണ്ട് മോഹം കാണുമ്പം പ്രീസെപ്റ്റ് അല്ലേ? അല്ല ഇപ്പൊ അമ്മ പറഞ്ഞതാണ് കുറച്ചുകൂടി എനിക്ക് ക്ലിയർ ആയിട്ട് തോന്നുന്നത്. ലെറ്റ് us put if we try to put it in this manner. അതായത് ഈ പറയുന്ന സെപ്റ്റിസിസം നമുക്ക് വരുന്നു. അപ്പം അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഡൗട്ട് വരുന്നു. കാരണം ആ ഡൗട്ടിൽ നിന്നാണല്ലോ ഒരു സയന്റിഫിക് ഒരു വാക്വം അല്ലെങ്കിൽ ഒരു ഡൗട്ട് അല്ലെങ്കിൽ സംതിങ് ഇസ് മിസ്സിങ്. അതിൽ നിന്നാണല്ലോ ഒരു ലബോറട്ടറി റിസർച്ച് അല്ലെങ്കിൽ നമുക്ക് പോണം. അപ്പം ആ ഒരു പ്രോസസ്സ് ഒരു സൈഡിൽ. അപ്പം നമ്മൾ ഈ സെന്റൻസ് ഒന്ന് റീഡ് ചെയ്ത്, the child could be seen to be torn between the world of the visibles and the world of general ideas. അപ്പം ഈ ടോൺ ബിറ്റ്വീൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തന്നെ നമ്മളെ എടുക്കുകയാണ്. അപ്പം we are in let us see, if we put it like in two worlds, we are torn between ഈ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. we are torn between the two worlds of skepticism, that is a scientific world, and another world of beliefs. skepticism എന്ന് പറഞ്ഞാൽ ഡൗട്ട് ആണ്. ഡൗട്ട് എന്ന് ഡൗട്ട് എന്ന് പറയുമ്പോഴല്ലേ അമ്മ അവിടെ മറ്റേത് ബിലീഫ് ആയില്ലേ? കൺസെപ്റ്റ്സിൽ ബിലീഫാണ് അവിടെ നമ്മൾ. ഡൗട്ട് ആണെങ്കിൽ ഉറപ്പില്ല. ബിലീഫ് ഉണ്ടെങ്കിൽ ആ ഉറപ്പ് വരുന്നു. അല്ല, ബിലീഫ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം തിയോളജിയൻസ് എന്താണ്, അവര് കൺസെപ്റ്റ്സിലാണ്. ഇതാണ് സത്യം, ദിസ് ഹാസ് ബീൻ റിട്ടൺ ഫോർ. അവിടെ ലബോറട്ടറി റിസർച്ച് ഇല്ല, നത്തിങ് ഇസ് ദെയർ, ദിസ് ഇസ് എ കോൺസെപ്റ്റ്. അപ്പം അതാണ്. അപ്പം അവര് ആ ഒരു ബിലീഫിൽ നിന്ന് നിൽക്കുവാണ്. ഞാൻ ആദ്യം പറഞ്ഞതിൽ അപ്പൊ ഈ പറയുന്ന രണ്ട് വേൾഡും ഉണ്ട്, ഓഫ് ദ തിയോളജിയൻസ്, ഓഫ് ദ സയന്റിസ്റ്റ്.
and mind is oscillating between these two worlds. But ഈ അമ്മ ഈ പറയുന്ന പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സത്യം ഉള്ളടുത്ത് തന്നെയാണ് ഈ രണ്ടെണ്ണവും നിലനിൽക്കുന്നത്. ഉണ്ട്. കാരണം ഈ കുട്ടിക്ക് ഉള്ളതുപോലെ നമുക്കും അതുണ്ട്. We should get a picture of the same total scope and alternating movement of the core of the bipolar paradoxical total knowledge situation. ടോട്ടൽ നോളജ് അത് വരണമെങ്കിൽ ഇത് രണ്ടും ഉൾക്കൊള്ളാനുള്ള രണ്ടിനെയും ഉൾക്കൊള്ളാനുള്ള ആ ശേഷി നമുക്ക് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഒന്ന് കോൺഷ്യസ്നെസ് ലെവലിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ചില ആ ഐഡിയാസ്, കൺസെപ്റ്റ്സ്, വാട്ട് ആർ ദോസ് കൺസെപ്റ്റ്സ്, ഡിസ്മേ, എക്സ്പെക്ടേഷൻ. അപ്പൊ ഈ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്നത് ഒരു നമ്മളെ നോക്കിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൈൻഡ് എന്ന് പറയുന്നത് പ്യുവർ കോൺഷ്യസ്നെസ് ഉള്ളത് നിന്ന് മൈൻഡ് ഇല്ലാത്തപ്പോഴാണല്ലോ മൈൻഡ് വരുന്നത്. ഈ പ്യുവർ കോൺഷ്യസ്നെസ് ഉള്ളതുണ്ട്. അപ്പൊ അതിന്റെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ മൈൻഡ്, where it is torn between the beliefs and the precepts, or the doubt or the skepticism, and this oscillation take place, and this is a truth that we experience. But from there, this normalization, normative science has to develop. അപ്പൊ ഈ പറഞ്ഞതിനെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ് ഇരിക്കുവാണ്. അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ലെവലിലൂടെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇപ്പൊ ഈ കുട്ടിയുടെ പോലും ഒരു തേർഡ് പാർട്ടി വിറ്റ്നസ് പോലെ ഇരിക്കുക. അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ കാണുമ്പോൾ ഇതാ കാണുന്നത്. ഇങ്ങനെ കുട്ടിയുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ ഏതോ ഒരു തോട്ട്സ് ഒക്കെ ഇതിന് വരുന്നുണ്ട്, കൺസെപ്റ്റ്സ് വരുന്നുണ്ട്. പക്ഷെ കാണുമ്പം അത് സെൻസ് ചെയ്തിട്ട് അതിന്റെ മാസ്റ്റർ മൈൻഡ് ഇസ് ദ മാസ്റ്റർ സെൻസ്, അത് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ട്, ബിലീഫ് വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഉള്ളിലും ബാഹ്യമായിട്ട് നോക്കുമ്പം അതുകൊണ്ട്, ഉള്ളിൽ നോക്കുമ്പം മറ്റേതുമുണ്ട്, കൺസെപ്ഷനും ഉണ്ട്. ഇത് തന്നെ നമ്മൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അത് നടക്കുന്നു. അതെ, ഇത് രണ്ടും ഇതിന് ബിയോണ്ട് ആയിട്ടുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇതിനെ നമ്മളിൽ എത്താതെയാണ് ഈ രണ്ട് സാധനവും ഇന്ന് നടക്കുന്നത്. അതെ, ഈ രണ്ടും നടക്കുന്നു. അത് രണ്ടും നമ്മള് പിന്നെ അംഗീകരിച്ച് അങ്ങനെ പോയാൽ പിന്നെ അല്ല, ദാറ്റ് ഇസ് എ പാരഡോക്സ്. That is the paradox that is existing. When there is a pure conscious, there is a കാരണം ഈ പറയുന്നത് ഈ കുഞ്ഞ് അതിന്റെ അച്ഛന്റെ കൂടെ അവര് ഒരു ഇതാണ് എന്താണ് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. അപ്പം അച്ഛൻ എന്ന് പറഞ്ഞ ആ പ്യുവർ കോൺഷ്യസ്നെസ് എപ്പോഴും ഉണ്ട്. ദാറ്റ് ഇസ് ബട്ട് നമുക്ക് മൈൻഡിന് തോന്നുന്നത് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞ് ഡൗട്ടും നമ്മൾ കാണുമ്പോൾ ഉള്ള പ്രിസെപ്റ്റ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഉള്ള ഒരു ആനന്ദവും അല്ലെങ്കിൽ ഇല്ലാത്തപ്പോൾ ഉള്ള ഒരു സാഡ്നെസ്സും, അപ്പം അതാണ് പറയുന്നത്. സത്യം അതേ ഉള്ളൂ. പക്ഷെ ഈ സയൻസ് എന്ന് പറഞ്ഞാലും ഇപ്പൊ കാണുന്ന മെറ്റാഫിസിക്സ് ആയാലും ഈ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ ശരിക്കും നമ്മൾ എത്താതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് രണ്ടും ഡൈവേർജന്റ് ആയിട്ടിരിക്കുന്നത്. മാത്രമായിട്ട് അതെ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക്, കാരണം കോൺഷ്യസ്നെസ്സും മൈൻഡും രണ്ടാണ്. മൈൻഡ് ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണ് തിയോളജി ഉള്ളത്, സയൻസും ഉള്ളത്. അതെ, സയൻസും ഉള്ളത്. കറക്റ്റ്. അതെ, പോസ്റ്റീരിയറിയും എ പ്രയോറിയും ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ കോസ്മോസ്. ദാറ്റ് ഇസ് ഓൾ. അപ്പൊ അതാണ്. അതെ. അടുത്ത ഈ ഐൻസ്റ്റീനിലേക്ക് പോകാം. ഐൻസ്റ്റീൻ is a good example how mysticism itself is being included within the scope of sciences. As the following quotation shows, the most beautiful and most profound emotion we can experience is a sensation of the mystical. It is the source, it is the source of all true science.
He to whom മറ്റേ സയൻസിനെയും മോഡിഫിക്കാൻ സഹായിക്കുന്നതാണ്. He to whom this emotion is a stranger, who can no longer wonder and stand wrapped in it, is as good as dead. Yes. To know that what is impenetrable to us really exists, manifesting itself as the highest wisdom and the most radiant beauty, which all our dull faculties can comprehend only in their most primitive forms. This knowledge, this feeling, is the center of our true religiousness. അപ്പോൾ ഒരു സയന്റിസ്റ്റ് പറയുകയാണ്, എന്താണ് ആ ഒരു ഫൈനൽ സോഴ്സേ ഉള്ളൂ, അതിന് ബിയോണ്ട് നമ്മുടെ പെർസെപ്ഷന്റെ ബിയോണ്ട് ആയിട്ടാണ്, അതിന്റെ നമുക്ക് പെനിട്രേറ്റ് ചെയ്യാൻ ഇംപെനിട്രബിൾ ടു അസ്, നമുക്ക് പെനിട്രേറ്റ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെൻസസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോധതലം കൊണ്ട് അല്ലെ ആ സയൻസിന്റെ കോൺസെപ്റ്റ് കൊണ്ട് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം റിയലി എക്സിസ്റ്റ്. അതിന്റെ ആ ഒരു റേഡിയന്റ് ബ്യൂട്ടി ഉണ്ട്. അത് നമ്മുടെ സോ കോൾഡ് ഫാക്കൽറ്റീസിന്റെ പെർസെപ്ഷൻസിന് അപ്പുറമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കോംപ്രിഹെൻഷന്റെ അപ്പുറം നിൽക്കുന്നതാണ്. ആ ഒരു സത്യത്തിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥ റിലീജിയൻ. എന്ത് ബ്യൂട്ടിഫുള്ളി, ഇത് നിനക്ക് മനസ്സിലാക്കാൻ പറഞ്ഞില്ലെങ്കിൽ നീ ചത്തതിന് തുല്യം, ആസ് ഗുഡ് ആസ് ഡെഡ്. ഇത്രയും ബ്യൂട്ടിഫുള്ളി ഒരു സയന്റിസ്റ്റ് പറയുമ്പോൾ അപ്പം അയാളാണ് യഥാർത്ഥത്തില് ആ ഒരു കോൺഷ്യസിനെ തൊട്ടറിയുന്നത്. കാരണം ഹി നോവർ ഓഫ് ബോത്ത് വേൾഡ്സ്. കാരണം അദ്ദേഹത്തിന് ആ മെന്റൽ ആയിട്ടുള്ള ആ ഫിസിക്കൽ പവർ ഉണ്ട്. ഡൾ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് ചില അറിവുകൾ, വർഷങ്ങളായിട്ട് സെൻസസ് വഴി അക്യുമുലേറ്റ് ചെയ്ത് മെന്റൽ നോളജ് പ്ലെയിൻ വേണമെങ്കിൽ പറയാം അല്ലേ, മെന്റൽ നോളജ്, മെന്റൽ ആയിട്ടുള്ള ആ പവേഴ്സ് എന്തൊക്കെയോ ഗ്രഹിച്ചെടുത്തോ ധാരണകള്, അത് വളരെ ഡൾ ആയിട്ടുള്ളതാണ്. ഇറ്റ്സ് എൻ ഓൾഡ് മൈൻഡ്, or it is an, it's not a very active, it's not a very conscious mind. It is an, subconscious mind, something you can say like that. Dull faculties ഉള്ളതാണ്. പക്ഷേ ഇത് ഇവിടെ വെച്ചോണ്ട് തന്നെ ഇത് ഉണ്ടായിട്ടും അപ്പൊ ആ ഒരു സ്പോട്ട് എന്ന് പറയും, ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുള്ളത്, അതാണ് ഈ പ്രീസെപ്ഷനും ഒക്കെ പോകുന്നത്. പക്ഷെ അത് നിലനിൽക്കവേ നമുക്ക് ആ മിസ്റ്റിസിസം എന്ന് പറയുന്ന സ്പിരിച്വൽ മിസ്റ്ററി, അതായത് നമുക്ക് ചില അനുഭവങ്ങൾ, സ്ഫുരണങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടായിട്ട് നമ്മളിങ്ങനെ അന്താളിച്ച് അത് അനുഭവിച്ച് നമ്മളിങ്ങനെ നിൽക്കുമ്പം, ആനന്ദം വന്ന് ഇങ്ങനെ നിൽക്കുമ്പം ആ ഒരു തലം, ആ മിസ്റ്റിസിസം, അതായത് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദാറ്റ് എന്താണ് കൺസെപ്ച്വൽ, അതായത് നമ്മളത് അനുഭവിച്ചറിയുന്നു. ആ അനുഭവിച്ചറിയുന്ന ആ മിസ്റ്റിസിസം, അല്ല അതിനെ നമ്മൾ കൺസെപ്ഷൻ എന്നും പറയണ്ട, കാരണം അത് ബിയോണ്ട് ആണ്. ബിയോണ്ട് ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ അത് തിയറിയിലേക്ക് പോകും. അതല്ല മെറ്റാഫിസിക്കൽ, അതിനും അപ്പുറമാണ്. കാരണം അതാണ് ആ ചൈൽഡിന്റെ തിയറി നമ്മൾ പറഞ്ഞത്. ഈ പറയുന്ന സോ കോൾഡ് മെറ്റാഫിസിക്കൽ ഓഫ് ഫിസിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് മൈൻഡിന്റെ ഓസിലേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. അല്ല മിസ്റ്റിസിസം അല്ലെങ്കിലും ഇത് അനുഭവിച്ചറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ പ്യുവർ കോൺഷ്യസ്. അമ്മ നേരത്തെ പറഞ്ഞ കണക്ക് യു സെഡ് ടാബുല റോസ, ആ പറയുന്ന ആ ലെവൽ, ആ പ്യുവർ കോൺഷ്യസ്നെസ്, പ്രീ കൺസീവ്ഡ് നോഷൻസ് ഇല്ലാതെ ഒരു പ്യുവർ കോൺഷ്യസ്നെസിന്റെ ഒരു അവസ്ഥയാണ് ഈ ലോക്കെ പറഞ്ഞ അല്ലേ. ആ ഒരു അതാണ് അത് ഈ പറയുന്ന മിസ്റ്റിസിസം, ഈ ഐൻസ്റ്റീൻ പറയുന്നത് അല്ലേ. സോ therefore the integrated science എന്ന് പറയുന്നത്, അതായത് ആ യൂണിറ്റീവ് ഫീൽഡ് ഓഫ് ദ സയൻസ്, ആ യൂണിഫൈഡ് യൂണിറ്റീവ് ആ ഇന്റഗ്രേറ്റഡ് സയൻസ്, ക്യാപിറ്റൽ എസ് കൊണ്ട് എഴുതുന്ന സയൻസിനകത്ത് ഈ ഡൾ ഫാക്കൽറ്റീസിൽ നിന്നും ഉണ്ടാവുന്ന അറിവ്, അതൊക്കെ ആ സാധാരണ സയൻസ്, അതായത് ടെക്നിക്കൽ
ആ നോളജ് ഒക്കെ ഇതിനകത്താ വരുന്നത്. ഈ പിന്നെ ഇന്റഗ്രേറ്റഡ് സയൻസ് ഇതെല്ലാം ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻകോർപ്പറേറ്റ്, അപ്പോൾ ഈ കുട്ടിയുടെ ഇതും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇതാണ് ഇന്റഗ്രേറ്റഡ് സയൻസ്. അതിനകത്ത് മറ്റേ സാധാരണ നമ്മുടെ സയൻസിനെയൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ് അത് പറയുന്നത്, നമ്മൾ ഇങ്ങനെ വരുന്നത്. അപ്പൊ അത് ഇനിയും അദ്ദേഹത്തിന്റെ പണി എന്താണ്, അതായത് നടരാജ ഗുരു അദ്ദേഹം ഇതിനിയും എങ്ങനെ അവതരിപ്പിക്കണം. മറ്റേ ചില ഈ ക്വാണ്ടം മെക്കാനിക്സും പിന്നെ എന്താണ് മാഗ്നറ്റിസവും പിന്നെ ആൽജിബ്ര പിന്നെ ട്രിഗ്നോമെട്രി, അസ്ട്രോളജി, ഇതിനകത്തുള്ള ചില ഡെവലപ്മെന്റ്സ് ഒക്കെ വെച്ച് അതിന്റെ ടേംസിൽ വേണം ഈ യൂണിഫൈഡ് അപ്രോച്ചിലോട്ട് കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ട. അങ്ങനെയാണ് ഈ ഇന്റഗ്രേറ്റഡ് സയൻസിനെ പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ഈ സയന്റിഫിക് ടെമ്പർമെന്റ് ഉള്ളവരെ ബോധിപ്പിക്കേണ്ടത്. അതാണ് അദ്ദേഹത്തിന്റെ വർക്ക്. അപ്പോൾ അത്രയും വരെ നമുക്ക് പറഞ്ഞിട്ട് ആ പോയിന്റ് പോയിട്ട് പിന്നെ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇതും അത് തന്നെയല്ലേ അടുത്ത പോയിന്റ്. ഇഫ് വൺ മേക്സ് എ സ്റ്റേറ്റ്മെന്റ് such as all men mortal, അതിൽ ഐ വാസ് ഗോയിങ് ത്രൂ ദാറ്റ് ഓൾ മെൻ ആർ മോർട്ടൽ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിലേക്ക് ഒരാളുടെ ശ്രദ്ധ വരുമ്പോഴത്തേക്ക് അവൻ എവിടെ പോകും? അപ്പം നാച്ചുറലി ദ ഹ്യൂമൻ ടെൻഡൻസി മോർട്ടൽ എന്ന് വെച്ചാൽ എന്താണ്? തിയോളജിസ്റ്റ് പറയുന്നത് യു ആർ ഇമ്മോർട്ടൽ. അപ്പം അതിലേക്കായിരിക്കും നമുക്ക് പോകാനായിട്ട് പ്രവണത കൂടുതലും ഹ്യൂമൻ മൈൻഡിന്. പക്ഷെ നമ്മൾ ലബോറട്ടറി സയൻസിൽ പോവുകയാണെങ്കിൽ അത് എവിടം വരെ എത്തും? ഇപ്പൊ ഒരു ലബോറട്ടറി റിസർച്ച് ലിമിറ്റിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അത് നിൽക്കാൻ പറ്റൂ. അല്ല, ലബോറട്ടറിയിൽ പോകുന്നതിനെക്കാട്ട് എല്ലാവരും സെമിനാറിൽ പോകുന്നതാണ് അവർക്ക് താല്പര്യം. ഇത് മനസ്സിലാക്കണമെങ്കിൽ അതെ 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 ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ അവന് മർത്യനാണ്, അവന് ഈ ക്യാൻ പെരിഷ് എന്ന് പറയുന്നത് ലാബിൽ പോയി ലബോറട്ടറിയിൽ പോയി കണ്ടുപിടിക്കാം എങ്ങനെ. പക്ഷെ അവനെ കൊല്ലാൻ പറ്റത്തില്ല. അവനെന്തോ ചെയ്യും? എക്സ്പെരിമെന്റിന് അവന് റാറ്റിനെയും റാബിറ്റിനെയും ഒക്കെ എടുത്ത് അവന്റെ ആയുസ് ചെക്ക് ചെയ്യും, സമയം വെച്ച് നോക്കും. അവൻ കുറച്ച് കഴിയുമ്പോൾ ഇത് ചാകും, സമയം എടുക്കും, വേരിയേഷൻ ഉണ്ടാവും, ഡ്യൂറേഷൻ. അങ്ങനെ അവന് ലബോറട്ടറിയിൽ നിന്ന് കണ്ടുപിടിക്കാം. പക്ഷെ അതും ഈ വേരിയേഷൻ ഒക്കെ വരുന്ന ഓരോരോ മൃഗത്തിൽ നമ്മളെ കൊല്ലാൻ പറ്റത്തില്ല, മനുഷ്യനെ കൊല്ലാൻ പറ്റത്തില്ല. അത് ഹാസ് ടു വെയിറ്റ് ഫോർ ടൈം. പക്ഷെ അപ്പൊ അവരെങ്ങനെ പ്രിഫർ ചെയ്യുന്നത്? ഇതറിയാനായിട്ട് എങ്ങോട്ട് സെമിനാറിൽ പോകാൻ, അവർക്ക് ആ കൺസെപ്റ്റിലോട്ട് പോകാനായിരിക്കും താല്പര്യം. ഇമ്മോർട്ടൽ ആണെന്ന് പറയാൻ, അതായത് ഈസ് നോട്ട് ഓൾ മെൻ ആർ മോർട്ടൽ. ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറഞ്ഞാൽ പരിഷ് ചെയ്യുന്നു. യാഥാർത്ഥ്യം പിന്നെ പറയല്ലോ ഈസ് ഇമ്മോർട്ടൽ എന്നുള്ളത്. അത് പിന്നെ സെമിനാറിൽ തന്നെ പോയാലേ അതറിയുള്ളൂ. പക്ഷെ ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറഞ്ഞാൽ ലബോറട്ടറി പോയാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പരിധി വരെ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജസ് റെഫറിംഗ് ടു ദ എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് ഹാവ് ഓൺലി എ തിയറിറ്റിക്കൽ സ്റ്റാറ്റസ്. അപ്പൊ അങ്ങനെ വരുമ്പം ഇറ്റ് ഈസ് ആസ് അൺറിയൽ ആസ് ഇൻ എനി മെറ്റാഫിസിക്കൽ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ഒരു അംശം ഉണ്ട് അതിനകത്ത്. അപ്പോ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ശരിയായ ഡീറ്റെയിൽ തരണമെന്നില്ല. അപ്പോ തിയോളജിയൻസിനെ ട്രസ്റ്റ് ചെയ്ത്, theologians cannot be trusted as custodians for general ideas because of their past sins. Where then have we to look for confirmation? But theologian-ne അടുത്ത് പോണം വിശ്വസിക്കാൻ. പക്ഷെ അയാളെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോകും? അപ്പൊ ജനറൽ ഐഡിയാസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ജനറൽ ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ്സിൽ പോകണം. അതിന്റെ അതാ പറയുന്നത്, അതും കൺസെപ്റ്റും വേണം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, രണ്ടും വേണം, രണ്ട് വശവും വേണം നമുക്ക് എന്ത് പറഞ്ഞാലും. ഈ രണ്ടിനും ശരിയായ ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം അതാണ് പറയുന്നത്. ഇപ്പൊ മാൻ ഈസ് മോർട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഈ തിയോളജീസ് പറയുന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് വിശ്വസിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. തിയോളജിസ്റ്റിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. കാരണം നമുക്ക് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനോ ഈ പറയുന്നതല്ല, യു ക്യാൻ സേ ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു എക്സ്പീരിയൻസ് ഇറ്റ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദാറ്റ്സ് വാട്ട് ഹി സേസ്. എന്നാൽ സയന്റിഫിക് മോഡ്യൂളിൽ പോയാൽ അതിനൊരു കറക്റ്റ് ഒരു ആൻസറും കിട്ടുന്നില്ല. ദാറ്റ് ഈസ് വേരിയിങ്.
അപ്പൊ നമ്മൾ ഇത് എവിടെ പോവും ഇതിനെ കുറിച്ച് അറിയാൻ? അതെ, രണ്ടിൽ നിന്നും കിട്ടാൻ അപ്പൊ ഒരു അവിടെയും ഉണ്ട്. അതിന്റെ ഒരു ഡെഫിഷ്യൻസി പോലെ പറയാം. ഇത് പക്ഷെ എനിക്ക് ശരിക്കും അമ്മ ഇത് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് ഈ ഒരു പാരഗ്രാഫ് ഐ വാസ് സ്ട്രഗ്ലിംഗ് ലിറ്റിൽ ബിറ്റ്. അത് എന്താണ് ഐഡിയ ഇങ്ങനെ കൺവേ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടി. അതായത് നമ്മൾ പറഞ്ഞല്ലേ ലാംഗ്വേജസ്, പിന്നെ ലാംഗ്വേജസും മറ്റേതും കൺസെപ്റ്റ് ഓഫ് ആബ്സല്യൂട്ടും ഇതൊക്കെ തടസ്സമായിരുന്നു ആ യൂണിഫൈഡ് ഇത് കിട്ടാനായിട്ട്. അതുപോലെ ഇതും ഒരു തടസ്സമാണ്. നമുക്കറിയാം യൂണിറ്റീവ് അപ്രോച്ച് കിട്ടാൻ ഇതൊരു തടസ്സമാണ്. പ്രാക്ടിക്കലായിട്ടുള്ള നമുക്കുള്ളൊരു ഡിഫിക്കൽട്ടിയാണ്. രണ്ട് വശത്തുനിന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ബൈപോളാർ അപ്രോച്ച് പറ്റുന്നില്ല, ബൈലാറ്ററൽ അപ്രോച്ച് പറ്റുന്നില്ല. അല്ല, അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഇതിപ്പോ ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതേ കണക്ക് നമുക്ക് എന്തിനേയും കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ നമ്മള് വെൻ യു പുട്ട് ഫോർത്ത് എ തിയറി, ആ തിയറി നമുക്ക് വരുന്നത് തിയോളജീസ് അവർക്ക് ഒരു ആൻസർ ഉണ്ടാവും, സയന്റിസ്റ്റ് ഒരു ആൻസർ പറയുന്നുണ്ടാവും. പക്ഷെ ഇത് രണ്ടും ശരിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതേ കണക്ക് തന്നെ നമുക്ക് ലൈക്ക് പിന്നെ നിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ, എന്താണ് ആദ്യം വന്നത്, സീഡാണോ ട്രീ ആണോ എന്നീ പറയുന്ന കണക്ക് തന്നെ നമുക്ക് ഒരു ഉത്തരം കിട്ടാത്ത ഒരു ഇതാണ്. ശരിയായിട്ടുള്ള ഒരു ഉത്തരം ഈ പറയുന്ന രണ്ട് ഫീൽഡ് ഓഫ് നോളജിനും നമുക്ക് തരാൻ കഴിയുന്നില്ല. പിന്നെ റിലൈഡ് അപ്പോൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്ന നെക്സ്റ്റ് പേജിൽ എ പ്രയോറിസം ആൻഡ് ആബ്സല്യൂട്ടിസം ഹാവ് ജസ്റ്റ് ബിക്കം നോഷൻസ് വിച്ച് ആർ നോൺ ഗ്രേറ്റ എന്ന് പറഞ്ഞാൽ അത് സയന്റിസ്റ്റിനെ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റത്തില്ല. സെമിനാറി അവർക്കും സെയിം ആയിട്ട് ഈ പറയുന്ന ഈ പോസ്റ്റീരിയർ പ്രിൻസിപ്പിൾസിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പാരഡോക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പം എന്നാല് പക്ഷെ ദ ട്രാജിക് ഫാക്ട് ഇസ് ദാറ്റ് ബിറ്റ്വീൻ ദ നെയിം ഓഫ് ദ റോസ് ആൻഡ് ദ പെർഫ്യൂം, അതെ സത്യം ഒന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിന് പല പേരുകൾ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പല ഡെഫിനിഷൻസും നമ്മൾ കൊടുക്കാൻ നോക്കുന്നു. എന്നാൽ ഈ സുഗന്ധം എന്നുള്ള സത്യം മാത്രമേ ഉള്ളൂ, പ്യുവർ കോൺഷ്യസ്നെസ്സേ ഉള്ളൂ. നമ്മള് ഈ പറഞ്ഞ സയന്റിഫിക് പ്ലെയിനിൽ നിന്നും ഈ പറയുന്ന മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ നിന്നും പെർസെപ്ഷൻ കോൺസെപ്റ്റും എപ്രിയോറിയും പോസ്റ്റീരിയറിയും എല്ലാം വെച്ച് ഇത് മെർജ് ചെയ്യാതെ യൂണിലാറ്ററൽ ആയിട്ട് നിന്ന് ഇതിന് അവരുടേതായ എക്സ്പ്ലനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാതെ കൊടുക്കുന്നിടത്തോളം കാലം അപ്രോച്ച് കിട്ടൂല. പിന്നെ അത് കഴിഞ്ഞിട്ട് കൺസെപ്റ്റ് ആൻഡ് അപ്പൊ ഇത് രണ്ടും എതിർക്കുന്നു. അപ്പോ അത് പിന്നെ ഉണ്ടല്ലോ ഇരുട്ടും വെളിച്ചവും പോലെ ഇത് രണ്ടും ഒരു നോ മാൻസ് ലാൻഡിൽ കിടക്കുവാണ് രണ്ടും. അതെ, രണ്ട് ധ്രുവങ്ങളിലാണ്. അതാ പാരഡോക്സിക്കൽ എന്ന് പറയുന്നത്. രണ്ട് വിരോധാഭാസം പോലെ ആണ്. പക്ഷെ ഇത് രണ്ടും നമ്മൾ എടുക്കുകയും വേണം, കളയാനും പറ്റത്തില്ല. ഈ രണ്ടും ഇൻകോർപ്പറേറ്റ് ചെയ്താലും ബൈലാറ്ററലായിട്ട് എടുത്താലേ ഉള്ളൂ പറ്റുന്നത്. പക്ഷെ ഇത് രണ്ടും ഇങ്ങനെ ലോഗഹെഡ്സ് എന്ന് പറഞ്ഞ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നതാണ്. അപ്പോ അതിനെക്കുറിച്ച് അതിന്റെ അകത്ത് വളരെ രസമായിട്ട് ഇത് there seem to be a strange gap between them, that is the that percepts cannot be promoted to the status of concepts by straining our mind or forcing it into the kind of rationalization. The very fact that the child had to learn how to say cat and rat by a method called look and see, so as to learn naturally how to bind precepts with the corresponding concept, proves that there is a gap which has always been bridged by a process of learning. അപ്പൊ ഈ ലേണിംഗ് എന്താണ്? നിങ്ങൾ വിറ്റ്നസ് ചെയ്യണം, അല്ലെ? ഒരു കുട്ടിയെടുത്ത് അതെ അവനെ കണ്ടിട്ട് അവന് ബോധ്യമായിട്ട് വേണം അവൻ ചെയ്യാൻ. അല്ലാതെ ജസ്റ്റ് അപ്പൊ അങ്ങനെ കണ്ടിട്ട് അവൻ ബോധ്യമായി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ പെർസെപ്ഷനിൽ മാത്രം പോവാണോ? നോക്കുമ്പം പെർസെപ്ഷനിലാണ്, പറയുമ്പോൾ
പാറ്റേൺ റാറ്റ് പറയുമ്പം അവന് ലേൺ ചെയ്തിട്ട് മറ്റേ കൺസെപ്റ്റിലോട്ടും പോകുന്നു. അപ്പൊ രണ്ട് നടക്കുന്നത് ആ കുട്ടിക്ക് നടക്കുന്നത് വേണം. ആ തലത്തിൽ വേണം ഈ രണ്ടിനെയും അങ്ങനെ ബൈ പ്രോസസ് ഓഫ് ലേണിംഗ് ആണ് ഇത് രണ്ടിനെയും ഫിറ്റ് ചെയ്യേണ്ടത്. രണ്ട് ധ്രുവത്തിൽ നിൽക്കുവാണെങ്കിലും ഇവരെ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ ആ യൂണിറ്റീവ് അപ്രോച്ച്, അതായത് രണ്ട് വശത്തു നിന്നുള്ള അപ്രോച്ച്, അത് ഒരു കാര്യം ഉള്ളിൽ ഒരു പ്രോസസ്സിങ് നടന്നിട്ടാണ് ഇത് വരുന്നത്. ആ ഒരു കാര്യം നമ്മുടെ പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ സയൻസിനെയും അതായത് ഫിസിക്സിനെയും മെറ്റാഫിസിക്സിനെയും ഒരേ ഇതിൽ കൊണ്ടുവരണമെങ്കിൽ അതുപോലെ ഒരു സംഭവം ഒരു യൂണിഫൈങ് നടത്താൻ നോമിനേറ്റീവ് യൂണിഫൈഡ് അപ്രോച്ച് കൊണ്ടുവരണം. ഈ ലേണിംഗ് പോലെ വേണ്ടി വരും. അല്ലെങ്കിൽ ഇത് രണ്ട് രൂപത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ പറയുന്ന അടുത്തെന്ന് വെച്ചാൽ ഈ ബാബിലൈസേഷൻ പ്രിൻസിപ്പിൾസ്. ബാബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെറ്റാഫിസിക്കൽ പ്ലെയിനിലുള്ള ഈ തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ്, ഇത് നെയിംസും ഫോംസും ഇതൊക്കെ. ആൻഡ് പിന്നെ seem to come പിന്നെ empiricist might have the precepts or primacy of a concept as recognizing a priority element in the science. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നത് രണ്ട് ഉണ്ട് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. It would be impossible to seduce between because we never ഇതിന്റെ അകത്ത് എന്തോ ഇൻട്രസ്റ്റിംഗ് ആണ്. polarity between the concepts as indicated as quantity others qualitative. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് എ പ്രയോറി പറയുന്നത്, പോസ്റ്റിയറി പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആയിരുന്നു, ക്വാളിറ്റേറ്റീവ് പറയുന്നത്, ഫിസിക്കൽ ആയിരുന്നു, മെറ്റാഫിസിക്കൽ പറയുന്നു, സ്ട്രൈറ്റ് ഹോറിസോണ്ടൽ. അപ്പൊ ഒരു ഹോറിസോണ്ടൽ ലൈൻ ട്രാജിക്കലി ഡിവൈഡ്സ് എ വെർട്ടിക്കൽ പ്യുവർ തോട്ട്. അപ്പം ഈ പ്യുവർ തോട്ട് ഈസ് ബീങ് മെയ്ഡ് ഈസ് ഡിവൈഡഡ്. ഇതൊരു ട്രാജിക് ഇംപ്ലിക്കേഷൻ ഉണ്ട്. മോസ്റ്റ് റെലവന്റ്. അപ്പൊ ഈ ഒരു കോർട്ട് ഓഫ് ലോയിൽ നമ്മൾ പറയുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ പറയുന്നത് കോർട്ട് ഓഫ് ലോയിൽ നമ്മൾ പറയുമ്പോൾ അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ, നമ്മളിപ്പോ കോടതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു, അതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് ഭയങ്കര വാതോരാതെ വിറ്റ്നസ്സസ് പറഞ്ഞ് അങ്ങനെയാണ് നടന്നത്, ഇങ്ങനെയാണ് നടന്നത്, എ പറയുന്നു, ബി പറയുന്നു ഇങ്ങനെയല്ല അങ്ങനെയാണ് നടക്കുന്നു, എല്ലാം പറയുന്നു. പക്ഷെ ഇതിന്റെ വിഷ്വൽ കോടതി കണ്ടാലോ തീർന്നു സംശയം. അപ്പം കൂടുതൽ നമ്മൾ ഈ വെർബൽ ജാഗ്നറിയിലേക്ക് പോകുന്നതിൽ കാര്യമില്ല. അത് നമ്മൾ കണ്ട് ബോധ്യപ്പെടണം. അപ്പം അതാണ് നെയിംസ് ആൻഡ് ഫോംസും കൺസെപ്റ്റ്സും ഒക്കെ അതിന് കൂടെ മറ്റേതും വേണം. വിസിബിൾ ഇവന്റ്സ് വേണം. രണ്ടും വേണം. അല്ലെങ്കിൽ നമുക്ക് ആ പറയുന്ന സത്യം അവിടെ വരില്ല. പിന്നെ even the apparent misunderstanding prevailing with the people like Einstein, who said that observations are final arbiter in the matter of scientific validity, and those like Kant who give a priori its full status independent of the posteriori, which in effect divides the domain of thought into two rival camps, one called the physics, other called metaphysics, has its recent tree in the tragic gap subtly persisting within name and form. This implied paradox between them has to be dissolved or made to fall if a normative science of absolutism emerges. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. Normalization and renormalization have to be applied correctly to one another, a perception conception of reality, so that it's not a unilateral certitude we have to come, but one certitude that is verifiable from both ends. അത് making it a final ultimate. ഇപ്പൊ കാന്റിയൻ ഫിലോസഫി ആണെങ്കിൽ ഐൻസ്റ്റീൻ പറയുന്നതായാലും ഈ പോസ്റ്റിയറിയും എ പ്രയോറിയും ആയിട്ടുള്ളത് ഫിസിക്സ് മെറ്റാഫിസിക്സിലും ഈ പറയുന്ന അതിന്റെ ആ റീസൺ ഡിട്രി അതായത് ഗിസ്റ്റ് it has to be taken so that this gap is dissolved and a normalization principle and the theory of the normative science of the absolute emerge. അതാണ് പറയുന്നത്. The best analogy to reveal this subtle reciprocity persisting between person concept can be derived from the contrasts of light and darkness. അപ്പം ഈ പറയുന്നത് ഈ അത് അമ്മയ്ക്കൊന്ന് പറയാൻ പറ്റുമോ? ലൈറ്റും ഡാർക്ക്നെസിന്റെയും ഇദ്ദേഹം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് പെർസെപ്ച്വൽ ആൻഡ് കൺസെപ്ച്വൽ എന്ന് പറയുന്നത് ആസ്പെക്ട്സ് ഓഫ്
പിന്നെ യാഥാർത്ഥ്യത്തിന്റെ രണ്ട് വശമുണ്ട്. അത് ആ നോളജ്, പിന്നെ എന്താ പറയാ, നോളജ് സിറ്റുവേഷനിൽ, ടോട്ടൽ നോളജ് സിറ്റുവേഷനിൽ ഇത് രണ്ടും ഒരു റിയാലിറ്റിയാണ്. ടു ആസ്പെക്ട്സ് ആ റിയാലിറ്റിയാണ്. അത് രണ്ടും കൺസിഡർ ചെയ്താലും ഒരു ബൈലാറ്ററൽ ആയിട്ടുള്ള ആ സർട്ടിറ്റ്യൂഡ്, ഉറപ്പ്, അഷ്വറൻസിന്റെ സയന്റിഫിക് പിന്നെ യൂണിഫൈഡ് പിന്നെ സയൻസിന്റെ ഒരു ഉറപ്പ് നമുക്ക് വരുന്നത്. അപ്പൊ ഇത് ഏതിന്റെ പോലെ എന്ന് പറഞ്ഞാല് പിന്നെ ഈ രണ്ട് ആസ്പെക്ട് ഏതുപോലെയാണ്, ഇരുട്ടും പിന്നെ വെളിച്ചവും പോലെ. വെളിച്ചം വളരെ കൂടുതൽ ഉള്ളപ്പോൾ ഇരുട്ടില്ല എന്ന് ആ ഒരു ഇപ്പം റെസിപ്രോസിറ്റി എന്ന് പറയുമ്പോൾ ആ അനോളജി അങ്ങനെയാണ്. ഈ രണ്ടിന്റെ ഇടയ്ക്കുള്ള ആ ഒരു പിന്നെ രണ്ട് ആസ്പെക്ട്, ലൈറ്റും പിന്നെ ഡാർക്ക്നെസ്സിനോടും ഉള്ള ഒരു അതുപോലെയാണിത്. The subtle reciprocity persisting between percepts and concepts can be derived from the contrast between light and darkness. അങ്ങനെ തോന്നിപ്പിക്കും. ആ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമായിരിക്കും. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി അല്ല, വ്യത്യാസം. അപ്പോൾ പെർസെപ്റ്റ്സ് ഒരു ആസ്പെക്ട് ആണ്, കോൺസെപ്റ്റ്സ് വേറെ ഒരു ആസ്പെക്ട് ആണ്. അപ്പോൾ ദീസ് ടു കനോട്ട് കോ എക്സിസ്റ്റ് ഇൻ, അതായത് ശരിക്കും നോക്കിയാൽ പെർസെപ്ഷനും കൺസെപ്റ്റും ഒരേ സമയത്ത് അല്ല. ഈ വെളിച്ചം ഇല്ലാതെ ഡാർക്ക്നെസ് ശരിക്കും അല്ലേ? അല്ല, ഈ വെളിച്ചം ഉള്ളപ്പോൾ തന്നെ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞത് ഒരു സാധനം അവിടെ ഉണ്ട്. വെളിച്ചം പോയാൽ അവിടെ ഡാർക്ക്നെസ്. അപ്പൊ രണ്ടും എക്സിസ്റ്റിംഗ് ആണ്. വെളിച്ചം പോയാൽ ഡാർക്ക്നെസ് ഉണ്ട്. ഇത് രണ്ടും സത്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് രണ്ടും പിന്നെ ആ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ആ ഒരു കോൺട്രാസ്റ്റ് രണ്ടിലും ഉണ്ട് കോൺട്രാസ്റ്റ് ഉണ്ട്. ആ ഒരു കാര്യം അത് രണ്ടിലും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ഇങ്ങനെ സംയോജിച്ച് എങ്ങനെ കൊണ്ടുവരും, ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട. ഇൻട്രിൻസിക് ആയിട്ടുള്ള ആ വ്യത്യാസം ഈ രണ്ടിലും ഉണ്ട്. അപ്പം നോർമലൈസേഷൻ കൊണ്ടുവന്നാൽ നമുക്ക് എന്താണ് ആ നോർമലൈസേഷൻ കൊണ്ടുവരണം ഇതിന്റെ ഒന്നിന്റെ. അപ്പൊ ശരിക്കും ഈ പെർസെപ്ഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റും ഡാർക്ക്നെസ്സും തമ്മിലുള്ള രീതിയിലുള്ള ഒരു വ്യത്യാസം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ വ്യത്യാസത്തെ നമ്മൾ മാക്സിമം കുറച്ച് കൊണ്ടുവരണം. അതിനാൽ നമ്മളൊരു നോർമലൈസേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ട്, അപ്പൊ ഇതിൻ്റെ അകത്ത് രണ്ട് ടേംസ് എന്ന് പറയുന്നത് ഡബിൾ നെഗേഷൻ ആൻഡ് ഡബിൾ അസേർഷൻ. അപ്പൊ ഈ ഡബിൾ നെഗേഷന് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, പക്ഷെ അതെന്താ കോണ്ടെക്സ്റ്റ് അത് മനസ്സിലായി, വെർബാറ്റിൻ മനസ്സിലായി, കോണ്ടെക്സ്റ്റുവൽ ആണ് സംശയം വന്ന. അല്ല, there are some other deeper aspect of dialectical methodology to which we shall return later. അപ്പം അത് dialectical methodology ആണ്. I will come later. There seemed to be a film tragically separating the world of percept from its corresponding world of concepts, so that a stranger who finds himself in a country whose language he does not know is made helpless even in the matter of buying the simplest item of food and drink. This entire surface is divided into units where this dumbfoldness equally enforced to this disadvantage. അപ്പൊ ഈ പ്രിസെപ്സും കോൺസെപ്റ്റ്സും തമ്മിലുള്ള ഈ അന്തരത്തിന്റെ പ്രോബ്ലം ആണ് നമ്മൾ ഈ കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു രാജ്യത്ത് പോയാൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു പ്രിസെപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഈ സയന്റിഫിക് തലത്തിൽ പോലെ നമുക്ക് ഇപ്പൊ നേരെ നമ്മൾ പ്രോട്ടോ ലാംഗ്വേജും മെറ്റാ ലാംഗ്വേജും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ പറയുന്നത് ഈ സത്യങ്ങളെ നമ്മൾ മറന്നുകൊണ്ട് നമ്മൾ പ്രിസെപ്ഷനും കോൺസെപ്റ്റ്സിലും മാത്രം നിൽക്കുകയാണ്. നമ്മൾ ഒരു രീതിയിലും നമ്മൾ ഫ്ലെക്സിബിൾ അല്ല. അപ്പൊ എന്താ പറ്റുക, നമ്മൾ ഈ പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇത് ഒത്തൊരുമയില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ ലോകത്ത് നമ്മൾ ഈ കാണുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും. കാരണം ഈ ഗ്യാപ്പ് കാരണം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ദാറ്റ് ഇസ് എ ടോട്ടൽ ഡാർക്ക്നെസ്.
അതായത് നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് പോലും നടക്കുന്നില്ല. നോർമൽ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് പോലും അവിടെ നടക്കുന്നില്ല. ഇവിടെ ഗുരുജി ഇന്ന് ഇവിടെ ഉണ്ട്, പിന്നെ വിനീഷ് വന്നിട്ടുണ്ട്, അങ്ങനെ വിനീഷ് വന്നിട്ടുണ്ട്. അപ്പൊ അവരെ രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇച്ചിരി ഇന്ന് ടോക്കിന് നമ്മൾ താമസം. പക്ഷെ ഈവൻ ഇതുണ്ടെങ്കിൽ ഈശ്വര കൃപയുണ്ട്, അമ്മയുടെ അനുഗ്രഹം എല്ലാം കൊണ്ട് നമുക്ക് നന്നായിട്ട് ടാർഗറ്റ് കീപ്പ് ചെയ്യാൻ പറ്റി. പക്ഷെ ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ ഇത് ഇന്ന് ഞാൻ മൊത്തം ഒന്നുകൂടെ വായിച്ചു, അപ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആയത്. ടോട്ടൽ ഇതുവരെ ഉള്ളത് 13 പേജസ് ഞാൻ ഇരുന്ന് ശരിക്കും വായിച്ചപ്പോഴാണ് കുറച്ചുകൂടെ വ്യക്തമായത്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്ന 13 പേജിൽ നിന്ന് ഈ ആക്സിയോമാറ്റിക് ഒറിജിൻ ഓഫ് പോസിബിൾ ട്രൂത്ത്. അപ്പോൾ ഇനിയും 3 കാര്യം ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. എപ്പിസ്റ്റമോളജിക്കൽ, ആക്സിയോമാറ്റിക് ആയിട്ടുള്ളതും പിന്നെ മെത്തഡോളജിക്കൽ, ആക്സിയോമാറ്റോളജി ഒക്കെ. ഈ 3 മാർഗം വഴി, അതായത് ഈ മാർഗം വഴി, അതായത് നോളജ് വഴി, മെത്തഡോളജി വഴി, ദ സയൻസ് ഓഫ് മെത്തഡോളജി, ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ദ മെത്തേഡ് ഓഫ് നോളജ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ദ relating to the value of the values which you get. ഇത് 3 വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പിന്നെ പുതിയ രീതിയിൽ റീസെന്റ് ആയിട്ടുള്ള സയന്റിഫിക് പ്രകാരം നമ്മൾ ആ യൂണിറ്റീവ് അപ്രോച്ചിൽ എങ്ങനെയാ വരുന്നതെന്ന് ആണ് അടുത്തത്. ആക്സിയോമാറ്റിക് ഒറിജിൻ ഓഫ് പോസിബിൾ ട്രൂത്ത്. അതുപോലെ ആക്സിയോമാറ്റിക് കഴിയുമ്പോൾ പിന്നെ വരുന്നതാണ് പിന്നെ സ്കോപ്പ് ഓഫ് ദ ആബ്സല്യൂട്ട്. ആബ്സല്യൂട്ടിനെ കുറിച്ച് ശരിക്കും പറയാം, അതെന്താണെന്ന്. ആബ്സല്യൂട്ടിന്റെ കാര്യം പറഞ്ഞിട്ടാണ് പിന്നെ പോകുന്നത് പറയാം എപ്പിസ്റ്റമോളജിക്കലും പിന്നെ മറ്റേതിലോട്ടും. അങ്ങനെ ഈ അത് വിശദീകരിച്ച് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയും. ഇനി എങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്? നമ്മൾ ഇതുവരെ നെസസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇതിൽ എങ്ങനെ നമുക്ക് പോകാൻ പറ്റും എന്നായിരിക്കും ആണ് അടുത്ത ഘട്ടം. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് 16 വരെ പോകാം. പേജ് നമ്പർ 13, 14, 15, 16 വരെ നോക്കാം. ഓക്കെ, അപ്പൊ ഹരി എല്ലാവർക്കും അവർ എന്റെ സ്നേഹ അന്വേഷണം അവർക്ക് 2 പേർക്കും കേൾക്കണേ, കൺവേ ചെയ്യണേ. ഹരി ഇന്ന് ഇല്ല, ഇനി തുടങ്ങാൻ പോവാം. ഹരി.